നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി സന്ദേശം. ഇമെയിൽ വഴിയാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സന്ദേശം എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കി. സന്ദേശം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇതേ തുടർന്ന് ലുഫ്താൻസ വിമാനത്തിന് അനുമതി നിഷേധിക്കുകയും ചെയ്തു. പരിശോധനയിൽ പിന്നീട് വ്യാജ സന്ദേശമാണെന്ന് തെളിഞ്ഞു. ചിറ്റൂരിൽ കള്ളിൽ വീണ്ടും ചുമമരുന്ന് സാന്നിധ്യം. കേസെടുത്ത് എക്സൈസ്. ക്രമക്കേട് കണ്ടെത്തിയ ഷാപ്പ് ലൈസൻസി ആലപ്പുഴ സ്വദേശി ആർ സുജാത, ജീവനക്കാരൻ രാമകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസ്. ചിറ്റൂർ റേഞ്ചിലെ 6-ാം ഗ്രൂപ്പിലെ നവകോട് കള്ളുഷാപ്പില് ചുമമരുന്നിൽ ചേർക്കുന്ന ബെനാട്രിൻ എന്ന രാസപദാർത്ഥം കണ്ടെത്തിയത്. 2024 ജൂലൈയിലാണ് സാമ്പിൾ ശേഖരിച്ചത്. ഇതിന്റെ ഫലത്തിലാണ് ചുമമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ മാർച്ചിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് 6-ാം ഗ്രൂപ്പിലെ 5 ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കിയിരുന്നു. നവജാത ശിശുവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട ജില്ലയിൽ മെഴുവേലിയിലാണ് സംഭവം നടന്നത്. ഇലവന്തട്ട പോലീസാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 21-കാരി അവിവാഹിതയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. ഇവരുടെ അയൽവീട്ടിലെ പറമ്പിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. മരിച്ച കുഞ്ഞിന്റെ അമ്മ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ നൽകിയ വിവരമനുസരിച്ച് ആശുപത്രി അധികൃതരാണ് കുഞ്ഞിനെക്കുറിച്ച് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം അടക്കം നടപടിക്രമങ്ങളിലേക്ക് കടക്കും. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ മാറ്റം. 2 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്. കണ്ണൂരും കാസർഗോഡുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിതയെ അപമാനിച്ച സംഭവം. പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടിക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിത ജി നായരെ അപമാനിച്ച ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി കെ രാജൻ. വിമാനാപകടത്തിൽ അനുശോചിച്ച മറ്റൊരാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇയാൾ രഞ്ജിതയെ അപമാനിക്കുന്ന വിധത്തിൽ കമന്റുകൾ രേഖപ്പെടുത്തിയത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ പവിത്രനെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കാനുള്ള സർവീസ് റൂൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. നടപടിയുടെ ഭാഗമായി പവിത്രന് മെമ്മോ നൽകും. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും.